രാത്രി തന്നെ കാറിന് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് ഞങ്ങൾ നേരെ വിട്ടു പത്തനംതിട്ടയ്ക്ക്. എന്തിനാന്നല്ലേ, നമ്മുടെ പുതിയ ബസ് എടുക്കാൻ. അങ്ങനെ വെളുപ്പിന് 4 മണിയായപ്പോൾ നമ്മൾ പത്തനംതിട്ട എത്തി. അങ്ങനെ റൂം എടുത്ത് ഫ്രഷപ്പ് ആയിട്ട് നേരെ ഞങ്ങൾ ഇറങ്ങി. അതിനുശേഷം നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. ഇപ്രാവശ്യം ഞങ്ങൾ 4 പേരാണ് വന്നത്. ഞാനും അമ്മൂസും പിന്നെ ദാ അഭിലാഷും കൂടെ യദും ഉണ്ട് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ നേരെ പിന്നെ പോയത് നമ്മുടെ ബസ്സിന്റെ അടുത്തേക്ക് കേട്ടോ, അതായത് നമ്മുടെ സുബിൻസ് ക്രിയേഷനിലേക്ക്. ആദ്യം ഞങ്ങൾ വണ്ടിയിൽ പാട്ടൊന്ന് വെച്ച് നോക്കി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് അവൻ വർക്ക് എടുത്തിട്ടുണ്ട്. സൗണ്ടിന്റെ കാര്യത്തിൽ ഒരു കുറവും സുബിൻ വരുത്തിയിട്ടില്ല. ഇനി വണ്ടിയിൽ ലൈറ്റ് കയറാനുണ്ട്, എല്ലാം റെഡിയാണ്, എടുത്ത് ഫിറ്റ് ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ടേ ഞങ്ങൾ പോവുള്ളൂ. ഇനി നമുക്കുള്ള പരിപാടി നമ്മുടെ വണ്ടിയുടെ സ്റ്റിക്കർ. അപ്പോൾ അത് ഡിസൈൻ ചെയ്യാനാട്ടോ ഇപ്പം നമ്മൾ പോകുന്നത്. നമ്മുടെ വണ്ടിയിൽ എല്ലാ സ്റ്റിക്കറും ചെയ്യുന്നത് ഇവരാണ് കേട്ടോ. ഇതാണ് നമ്മുടെ പുറകിൽ വരുന്ന ഒരു ഗ്രാഫിക്സ്. പിന്നെ ഇതാണ് നമ്മുടെ പുതിയ ലോഗോ. അങ്ങനെ വണ്ടിയിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഓരോന്നായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് കുട്ടികൾ എല്ലാവർക്കും അറിയേണ്ട ഒരേ ഒരു കാര്യം, പുതിയ ബസ് എപ്പോഴാണ് ഇറങ്ങുകയെന്ന്. 2 ദിവസം കൊണ്ട് ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം, എനിക്കും ഭയങ്കര സന്തോഷമായിട്ട് അവരെ കണ്ടപ്പോൾ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതാ നമ്മുടെ സ്റ്റിക്കറൊക്കെ എടുത്ത് നമ്മൾ നേരെ നമ്മുടെ ബസ്സിൻ്റെ അടുത്ത് എത്തി. അവർ 3-4 ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വർക്ക് കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഫ്രണ്ടിലെ ഫോണ്ടിൽ ചെറിയൊരു മാറ്റം നമ്മൾ വരുത്തിയിട്ടുണ്ട്, ചെറിയ ഷെയ്ഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലോഗോ ബസ്സിൻ്റെ 2 സൈഡിലും അതുപോലെ ഉൾഭാഗത്തും വരുന്നുണ്ട് കേട്ടോ, നമ്മുടെ ഡോറിൽ. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID, അതുപോലെ ബാക്കിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് മലയാളത്തിൽ വയനാട് എന്നുള്ളതാണ്. പുതിയ ടൈപ്പിലാണ് അതും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ബാക്കിയുള്ള എല്ലാവർക്കും നല്ല സ്പീഡായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് ഇറക്കി കൊണ്ടുപോകുന്ന വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക.